പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പൊള്ളാച്ചിയുടെ ഉൾഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയുടെ ഒരു ആരംഭഘട്ടത്തിലാണ്. ജസ്റ്റ് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചിട്ടുള്ളൂ കേട്ടോ. പാലക്കാട് ജില്ലയിലെ ചെമ്പ്രാമ്പതി വഴിയാണ് ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ റോഡെന്ന് പറയുന്നത് ഒടയകുളം, വേട്ടക്കാരൻ, പുത്തൂർ, അതുപോലെ തന്നെ പൊള്ളാച്ചി ഭാഗത്തേക്ക് പോകുന്നതാണ് കേട്ടോ. കുറേ കാലം കൂടിയാണ് പൊള്ളാച്ചി ഭാഗത്തേക്ക് വരുന്നത്. ഇവിടേക്ക് മിക്കവാറും വരുമായിരുന്നു. എന്തായാലും ഇവിടെ രാവിലെ തന്നെ മഴയാണ് കേട്ടോ. ഇവിടെ മഴക്കാലമാണോ അതെ, നമ്മുടെ കേരള അതിർത്തി ആയതുകൊണ്ട് നമ്മുടെ നാട്ടിലെ മഴ ഇവിടെ പെയ്ത് പോകുന്നതാണെന്ന്. എന്തായാലും ഇതേ ഈ ഒരു പറമ്പുകളും റോഡും എല്ലാം നനഞ്ഞാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പാലൊക്കെ വിൽക്കുന്ന ഒരു ചേട്ടൻ വന്നിട്ടുണ്ടേ. ഇവിടെ ഒരു അക്കാതെ മൊന്തയൊക്കെ ആയിട്ട് പാല് വാങ്ങിക്കാനായിട്ട് കുറേ നേരമായി ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. എത്ര ലിറ്റർ ഉണ്ട്? 6 ലിറ്റർ. അപ്പോൾ ഞാൻ ആ പാൽക്കാരൻ അണ്ണനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആളുടെ വീട് ഇത് ഇവിടെ അടുത്താണേ. അപ്പോൾ ആൾ അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഇവിടെ ഈ പരിസരത്ത് പശുക്കളൊക്കെ ഉള്ള വീടുകളിലൊക്കെ പോയിട്ട് ഈ കറവ ആരംഭിക്കും കേട്ടോ. അങ്ങനെ കറന്നു കൊണ്ടിരുന്ന പാല് ഈ വീടുകൾ കേന്ദ്രീകരിച്ചിട്ടാണ് വിൽക്കുന്നത്. ആൾ പറഞ്ഞു വെച്ചാൽ ഈ വീട്ടുകാർക്ക്, ഉടമസ്ഥന്, പശുവുള്ള ഉടമസ്ഥന് 32 രൂപ കൊടുക്കും കേട്ടോ. എന്നിട്ട് ഇവർ ഈ പുറത്ത് കൊടുക്കുന്നത് 40 രൂപയ്ക്കാണ്, ലിറ്റർ 40 രൂപയ്ക്കാണ്. നമ്മുടെ കേരളത്തിലൊക്കെ വില കുറവല്ലേ, നല്ല ശുദ്ധമായിട്ടുള്ള പശുവും പാല്. അതിങ്ങനെ വാങ്ങിക്കാനായിട്ട് ഈ വഴിയരിയിലൊക്കെ നിൽക്കുന്നവരെ കാണാം. ഇപ്പോൾ ആക്ക നിൽക്കുന്നുണ്ടല്ലോ ഇങ്ങനെ മൊന്തയൊക്കെ ആയിട്ട്, പിന്നെ വീടുകളിലൊക്കെ കൊണ്ട് കൊടുക്കും. അപ്പോൾ അതാണ് ആളുടെ ഒരു പ്രധാന ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ ഈ പാൽ വിൽപ്പന കഴിഞ്ഞാൽ വേറെ തോട്ടങ്ങളിലൊക്കെ വേറെ ജോലിക്കും പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ കേരളവും തമിഴ്നാടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പ്രധാന റൂട്ടാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ മുതലമട പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെമ്പ്രാമ്പതി വഴി കടന്നു പോരുന്ന ഒരു വഴിയാണ് കേട്ടോ. ഈ ഒരു മേഖലയിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് തെങ്ങും അതുപോലെ തന്നെ മാവുമാണ്, പിന്നെ വിവിധ തരത്തിലുള്ള പച്ചക്കറികളും ഓരോ സീസൺ അനുസരിച്ച്. ഇപ്പം നിലവിലിവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത് പ്രധാനമായിട്ടും നിലക്കടലയാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഇങ്ങനെയുള്ള നിലക്കടല കൃഷി ഇറക്കിയേക്കുന്ന കുറേ പാടങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ അതിർത്തിയിൽ കണ്ടില്ല ഇങ്ങനെ വേലി കെട്ടി തിരിച്ചിരിക്കുന്നത് ഈ വലയം അതുപോലെ പഴയ സാരിയൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കാരണം വെച്ചാൽ ഇതൊരു ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. പ്രധാനമായിട്ടും കാട്ടുപന്നിയുടെ അതിരൂക്ഷമായിട്ടുള്ള ശല്യം അത് ചെറുക്കാനായിട്ട് വേലി തിരിച്ചേക്കുന്നതാണ്. പിന്നെ ഒത്തിരി മയിലുകൾ ഈ ഒരു പ്രദേശത്തുണ്ട്. അതൊക്കെ ഈ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങി ഇതെല്ലാം നശിപ്പിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പണിത് വെച്ചേക്കുന്നതാണ്. പിന്നെ ഇതിനോട് ചേർന്ന് നമുക്ക് കാണാം ഇങ്ങനെ ചെറിയ വേലികളൊക്കെ കെട്ടി തിരിച്ചിരിക്കുന്നതാണ് കേട്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാനായിട്ട് മനുഷ്യനും മൃഗങ്ങളൊന്നും തന്നെ. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു വീട് നമുക്ക് കാണാം. പൂർണ്ണമായിട്ടും ആസ്പെറ്റോസ് വെച്ച് നിർമ്മിച്ചേക്കുന്ന ഒരു വീടാണ്. അതിൻ്റെ ഭിത്തി ആയിക്കോട്ടെ, അതിൻ്റെ മേൽക്കൂര എല്ലാം ആസ്പെറ്റോസാണ്. അതിനോട് ചേർന്ന് ഒരു ഓല മേഞ്ഞ ചെറിയൊരു ഷെഡും കാണാം. ഈ കൃഷി സാമഗ്രികളൊക്കെ എടുത്തു വയ്ക്കാനൊക്കെ ആയിട്ട് പണിതേക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു അമ്പലവും കാണാം കേട്ടോ. അപ്പോൾ ഇവിടെ റോഡരികിൽ കണ്ട ഒരു നിലക്കടല പാടത്തിലേക്ക് ഇവിടുത്തെ ഉടമസ്ഥൻ്റെ അനുവാദത്തോടുകൂടിയിലേക്ക് പ്രവേശിക്കാനായിട്ട് പോകാം കേട്ടോ. മുള കൊണ്ട് നിർമ്മിച്ചേക്കുന്ന ഒരു വേലിയൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് തുറക്കുന്നത്? അപ്പോൾ അതേ പൊള്ളാച്ചി ഭാഗത്തു നിന്നൊക്കെ പോകുന്ന ബസ്സാണേ, കണ്ടില്ലേ, നമ്മുടെ കേരളത്തിലേക്ക്. ആ ബസ് അവിടെ വരെ പോവാണ്. അത് ചെമ്പ്രാമ്പതി ചെമ്പ്രാമ്പതി വരെ ചെല്ലൂ കേട്ടോ, അതിനപ്പുറത്തേക്ക് പോകില്ല. അപ്പോൾ അത് നല്ലൊരു പ്രദേശം. നമ്മൾ കുറച്ച് ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഈ കാണുന്ന ഷെഡ് കണ്ടില്ല, ഷെഡ് അന്ന് ഓല മേഞ്ഞതായിരുന്നു. അതൊക്കെ മാറ്റി ഇപ്പോൾ ആസ്പെറ്റോ ഷെഡ് കുറച്ചുകൂടെ ഒന്ന് മോടി പിടിപ്പിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ വന്നപ്പോൾ ഈ ഒരു കൃഷിയിടത്തിലായിട്ട് മത്തങ്ങ അതുപോലെ അമരപ്പയർ ഇറക്കിയായിരുന്നു. ഇന്നതെല്ലാം മാറ്റി ഇവിടെ നിലക്കടല മാത്രമാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വണക്കം. അക്ക എന്തിയേ? വീട്ടിലാ? അന്ന് വന്നപ്പം ഇവിടെ ഒരു അക്കയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നിങ്ങൾ രാത്രി ഇങ്ങ് കിടക്കുക? ഈ പന്നി ഇങ്ങ് വരുവാ? ഇവിടെ പന്നിയാണ് കേട്ടോ. അതുപോലെ പന്നിയുടെ ശല്യമുണ്ട്. അതുകൊണ്ടാണ് ഈ വേലിയൊക്കെ കെട്ടി തിരിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ ഈ നിലക്കടല പാകിയിട്ടിപ്പം ഇതൊരു ഇനി മൊത്തം ഇത് 120 ദിവസമാണ് വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഒരു 3 മാസത്തോടെ, 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, 3 മാസം ടൈം അവിടെ എടുക്കും ഇത് വിളവെടുക്കണം എന്നുണ്ടെങ്കിൽ. അണ്ണൻ്റെ പേര് മുരുകൻ എന്നാണേ. വീട് എங்கே പക്കവാ? ഒടയകുളത്തിൽ അല്ലേ? ഇവിടെ അടുത്താണ്. അപ്പോൾ വീട്ടിൽ എപ്പോൾ പോവും? അപ്പോൾ രാത്രി എല്ലാ ദിവസവും എங்கே ഇരിക്കുവാ? ഇവിടെ ചെറിയ സെറ്റപ്പുകളൊക്കെ ഉണ്ട് കണ്ടില്ലേ, ചെറിയൊരു അടുപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെ അത്യാവശ്യം ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്യാനായിട്ട്, ചായയൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇവിടെ നമുക്ക് കാണാം പണിയായുധങ്ങൾ, കൈക്കോട്ടും അതുപോലെ ഈ ഒരു ഭാഗത്ത് പാചകം ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചേക്കുന്നത്. ഈ വർഷം മഴ കുറവാണ്. അപ്പോൾ അണ്ണൻ പറയുന്നത് വെച്ചാൽ ഇവിടെ മഴയില്ല, ഈ വർഷം മഴ തീരെ കുറവാണെന്നാണ് പറഞ്ഞത് കേട്ടോ. നമ്മുടെ നാട്ടിലും കേരളത്തിലും ഇപ്പോൾ മഴ കുറവല്ലേ, എങ്കിലും ഇവിടെ നമ്മുടെ നാട്ടിൽ പെയ്യുന്നതിൻ്റെ കുറച്ച് മഴയാണ് ഇവിടെ പെയ്തു പോകുന്നത്. അത് അങ്ങനെ മഴ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവർ വെള്ളത്തിന് ഭയങ്കര പ്രശ്നമാണെന്നാണ് പറഞ്ഞത് കൃഷി ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇവിടെ ഇതൊക്കെ നനയ്ക്കാനായിട്ട് വെള്ളം എടുക്കുന്നത് അവിടെ ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൻ്റെ സമീപമായിട്ടൊരു ടാങ്ക് ഉണ്ട്, അവിടെ നിന്നാണ് ഈ വെള്ളം കൊണ്ടിരുന്നത് കേട്ടോ. ഇവിടെ തോടൊക്കെ ഉണ്ട്, കാര്യം പറഞ്ഞത് എല്ലാം വറ്റി വരണ്ട് കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്.
അപ്പോൾ രാത്രി കാലങ്ങളിൽ ഈ ഷെഡിൽ ഇവിടെയാണ് അണ്ണൻ ഈ കൃഷിയൊക്കെയുള്ള ടൈമിൽ കിടക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ കറണ്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ബാറ്ററി ആട്ടോ ഇതിൽ ചാർജ് ചെയ്യണം. അങ്ങനെയാണ് ബൾബൊക്കെ തെളിയിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു റാന്തലൊക്കെ കാണാം. ആ, അങ്ങനെയൊക്കെയാണ് രാത്രിയിൽ ഇവർ വെട്ടത്തിന് ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതെന്താണെന്നറിയോ? ഇതിവിടെ ഈ കവണ അല്ലേ? കവണക്കല്ല്. ഇത് എന്ന് വെച്ചാൽ ഇവിടെ ഈ മയിലിൻ്റെ ശല്യം അതിരൂക്ഷമായിട്ടുണ്ട്. ഇവിടുന്ന് എപ്പോഴും നമുക്ക് ഈ മയിൽ കരയുന്നത് കേട്ടോ. മയിൽ ഉള്ളിലേക്ക് വരും, അവരെ ഓടിക്കാൻ തുരത്താനായിട്ട് ഉള്ളൊരു സംഭവമാണ്. അതിൽ നമ്മുടെ തെറ്റാലി കവണ എന്നൊക്കെ പറഞ്ഞ അതേ സിസ്റ്റം, പക്ഷേ ഇത് ചെറിയുമാണ് ചെയ്യുന്നത് കേട്ടോ. വേണ്ടോ, മയിലിനെ ഓടിക്കുന്ന വിദ്യയാണ്. എൻ്റെ അമ്മ നല്ല ദൂരത്തിൽ പോയി. അങ്ങനെയാണ് മയിലിനെ തുരത്തുന്നത്. മയിൽ ഓടും അല്ലേ? അത് കണ്ടോ, മയിൽ കരയുന്നുണ്ടല്ലേ? അത് എറിയുന്ന കണ്ടെന്ന് തോന്നണം കേട്ടോ. ധാരാളமாக വരുമെങ്കിൽ ഉള്ളേ. അത്രമാത്രം മയിലുകളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കരിമ്പന നിൽക്കുന്നുണ്ടേ. കരിമ്പനയുടെ നൊങ്ക് കണ്ടില്ല, നൊങ്കെല്ലാം ചാടി അതങ്ങനെ ഉണങ്ങി കിടക്കുവാണ്, നമ്മുടെ ഉണങ്ങിയ തേങ്ങ പോലെ. ഇതൊക്കെ ആണെന്താ ഇരിക്കുന്നത്. ഇതിപ്പോൾ ഒന്നിനും കൊള്ളില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്ത് തേങ്ങയുണ്ട്, അത് വെട്ടി കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത് കേട്ടോ. ആണോ അത് സാപ്പിടുവാ ഉള്ളേ? ഇല്ല. അപ്പം നൊങ്ക് ഇങ്ങനെ ഉറച്ചത്, അതായത് നമ്മുടെ കരിക്ക് തേങ്ങയാവില്ലേ, അപ്പം ആ ഒരു അതുപോലെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിത് ഉണങ്ങിയത് കണ്ടിട്ടില്ല കേട്ടോ. നമ്മൾ നൊങ്കല്ലേ സാധാരണ വാങ്ങിച്ച് കഴിക്കുന്നത്. നല്ല കട്ടിയാണ് അതിൻ്റെ തോടിന്. ഓ, ഇത് കണ്ടില്ലേ? അസൽ നമ്മുടെ തേങ്ങ പോലെ. എണ്ണ എടുക്കുമല്ലേ? ഇതിന്ന് എണ്ണ എടുക്കുമെന്ന് ആട്ടി. എണ്ണ കിട്ടുമോ? ഇത് സാപ്പിടാ. ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയാന്ന് നോക്കാം. റേഷൻ കടയിൽ ഓയില് എന്താ ഓയിലാ പറഞ്ഞ? എങ്കിൽ ഗവൺമെൻറ് കൊടുക്കുന്ന എന്താ ഓയിലാ? ഇതിൻ്റെ ഓയിലാണ് കൊടുക്കുന്നതെന്നാണ് അണ്ണൻ പറയുന്നത് കേട്ടോ. റേഷൻ കടയിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നത്. സാപ്പിടാമാ? നമ്മുടെ തേങ്ങയുടെ ടേസ്റ്റ് അല്ല, തേങ്ങയുടെ അത്രയും ടേസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇതിന് ഭയങ്കര കട്ടിയാണ്. ആ നൊങ്കിൻ്റെ ടേസ്റ്റ് തന്നെ, അതിങ്ങനെ ഉറച്ചിരിക്കുന്നുള്ളൂ. അപ്പോൾ അണ്ണൻ വീട്ടിൽ പോവുകയാണേ. അപ്പോൾ വെയിലേക്ക് അടച്ചു. ഓവർഫ്ലോ ആയതാ. ഞാൻ വരുവാ. അണ്ണൻ ഇനി വൈകുന്നേരമാണ് വരുള്ളൂ. വീട്ടിൽ പോവുകയാണേ. അപ്പോൾ വീണ്ടും ഈ റോഡരികിലായിട്ട് നല്ലൊരു സ്ഥലം കണ്ടിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിലേക്ക് പണ്ട് പോകുമ്പോൾ ഞാൻ എപ്പോഴും നോക്കുമായിരുന്നു. ഈ രണ്ട് വീടുകളാണ് അവിടെ നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. ആ വെള്ള പെയിൻ്റ് അടിച്ച് ഓട് മേഞ്ഞ രണ്ട് വീടുകൾ കാണാനായിട്ട്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് നമുക്കങ്ങനെ കയറാൻ പറ്റില്ല, പെർമിഷൻ വേണം. അവിടെ വെയിൽ കെട്ടി തിരിച്ചേക്കുവാണ്. ഇന്നിവിടെ ഇവിടെ ഒരു ജോലിക്കാരനുണ്ട്, ആളോട് ചോദിച്ചിട്ട് ഞാൻ കയറിയതാണ്. ശരിക്കും പറഞ്ഞാൽ അത് വീടാണേ, ഇപ്പോൾ താമസമൊന്നുമില്ല. അതിനോട് ചേർന്ന് ഒരു തൊഴുത്ത്, വലിയൊരു തൊഴുത്ത് നമുക്ക് കാണാം. അത് കണ്ടില്ലേ? ഇവിടെ കുറേ പശുക്കളൊക്കെയാണ് കേട്ടോ. പശുവിന് കൊടുക്കാനായിട്ട് വൈക്കോലൊക്കെ ശേഖരിച്ച് വയ്ക്കുന്ന ഒരു ഷെഡാണ് ഈ കാണുന്നത്. അതിൻ്റെ അകത്ത് വൈക്കോലൊക്കെ ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ പശുക്കളൊക്കെ മേഞ്ഞ് കിടക്കുന്നുണ്ട് പുല്ലൊക്കെ കഴിച്ച്. അണ്ണാ, ഇത് നിങ്ങൾക്കത് വേല ചെയ്യുമോ? അവിടെ ഇത് ഓണർ? അതെ അല്ലേ? ആ വീട് അങ്ങനെ തന്നെ നിൽക്കുവാണേ. അവിടെ താമസമൊന്നും ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഈ ജോലിക്കാർ മാത്രമേ ഉള്ളൂ ഇവിടെ ഈ പശുക്കളുടെ കാര്യങ്ങൾ ഒക്കെ നോക്കി നടത്താനായിട്ട്. ഇത് ഒരു കൃഷിയിടം തന്നെയാണ്. ഇവിടെ ചോളം നട്ടേക്കുന്നത് കാണാം. പിന്നെ ഈ ഒരു പ്രദേശത്തിൻ്റെ ഏറ്റവും ഒരു ഭംഗി എന്ന് പറയുന്നത് അതിൻ്റെ പുറകിലായിട്ട് വലിയൊരു മല നമുക്ക് കാണാൻ. കണ്ടില്ല? ആ മലയുടെ താഴ്വാര പ്രദേശമാണ്. ഇവിടെ വിധങ്ങളായിട്ടുള്ള കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. മാവ്, അതുപോലെ തന്നെ തെങ്ങ്, അങ്ങനെയുള്ളതൊക്കെയാണ് മെയിനായിട്ടും ചെയ്തിരിക്കുന്നത് കേട്ടോ. രണ്ട് കുട്ടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അണ്ണൻ്റെ പേര് പാണ്ഡ്യൻ എന്നാണ് കേട്ടോ. ഇവിടുത്തെ ഒരു കാര്യസ്ഥനാണ്. ഈ ജോലിയെല്ലാം നോക്കി നടത്തുന്നത്. പശുവിനെ നോക്കണം, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താനായിട്ട് നിയമിച്ചേക്കുന്നതാണ്. അണ്ണൻ്റെ വീട് ഇവിടെ തമിഴ്നാട്ടിൽ തന്നെയാണ്. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ ദൂരത്തിലായിട്ടാണ് വീടുള്ളത് കേട്ടോ. ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ആദ്യം സംസാരിച്ചപ്പം ഹിന്ദി, നല്ല കട്ട ഹിന്ദിയിലാണ് ആൾ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ തമിഴ്നാട്ടുകാരനല്ലായിരിക്കുന്നത്. പക്ഷേ കുറേ വർഷം ഗുജറാത്തിൽ ജോലി ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് തമിഴ് പഠിച്ചത്. അപ്പോൾ ഈ തമിഴ്നാട്ടുകാർ അങ്ങനെ അധികം ഹിന്ദി സംസാരിക്കുന്നത് അങ്ങനെ വളരെ അപൂർവമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവരും എന്തായാലും അടിപൊളിയായിട്ട് ഹിന്ദി പറയുന്നുണ്ട്. ആ ഹിന്ദി പഠിച്ചത് എങ്ങനെയാണ്? ഇവിടെ കൃഷിയിടത്തിലായിട്ട് വലിയ സോളാർ പാനലുകൾ സ്ഥാപിച്ചേക്കുന്നത് നമുക്ക് കാണാം കേട്ടോ. 10 മണിക്ക് സാപ്പിടും, 11 മണിക്ക് മറുപടി വേല ചെയ്യുவோம். வேலை செஞ்சுட்டு 1 மணிக்கு வீட்டுக்கு போயிடும். காலை எப்போ வருவீங்க? காலையில் 7 மணி. 7 மணிக்கு வரும் இல்லை? மதியானம் 1 மணிக்கு வீட்டுக்கு போயிடும். வீட்டுக்கு ஓகே. இங்கே நைட்டு இங்கே யாருமே இல்லை. மாடுக்கு இங்கே சேஃபா?
ഇതിൻ്റെ അകത്തൊന്നും കയറാൻ പറ്റില്ല കേട്ടോ, ചുറ്റും വേലിയൊക്കെ വെച്ച് കെട്ടിയേക്കുവാണ്. ഓണറിൻ്റെ വീട് ஓனர் வீடு உடையகுளம். ഒടയക്കുളത്ത്. എങ്ക പക്ക എവ്വളോ മാട് இருக்கு? இங்கே 6 மாடு. 6 மாடு இருக்கு. 6 மாடு. 6 3 9. 9 அங்கே 2. 9 2 11. എല്ലാ വേലയും ചെയ്യണം. എല്ലാ വേലയും മാടും പാക്കണം, ഇതും ചെയ്യണം, എല്ലാ ജോലിയും ചെയ്യണം കേട്ടോ. പശുവിനെ നോക്കണം, ഇവിടുത്തെ കൃഷിപ്പണികളെല്ലാം നോക്കി നടത്തണം. 1 மணி அருவி 1 மணிக்கு ഫ്രീ. കൂലി എന്നാ കിടക്കും? കൂലി 600. കുറേ തവണ യാത്ര ചെയ്തിട്ടുള്ളൊരു റൂട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യാനായിട്ട്. എനിക്ക് നല്ല പരിചയമുണ്ട് ഈ റൂട്ട്. ഇതിപ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത് ഒടയകുളത്തേക്കാണ്. അങ്ങനെ നമ്മുടെ യാത്ര തുടർന്ന് ഇപ്പോൾ ഒടയകുളത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഈ കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒടയകുളത്തിലൂടെയാണ്. ഇതിലേക്ക് പല പ്രാവശ്യം വീഡിയോ എടുക്കാനായിട്ടൊക്കെ പോയിട്ടുള്ള വഴിയാണ്. പൊള്ളാച്ചിയിൽ വരാനൊരു പ്രത്യേക ഇഷ്ടമാണ്, അതാണ് വീണ്ടും വന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലേ എന്നിങ്ങനെ കുറച്ച് കമൻസുകളൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നാടൊന്നും ഉപേക്ഷിച്ചിട്ടില്ല, നാട്ടിലെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ കലൈപുരം എന്ന ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു ഗ്രാമം, ധവളിമയാർന്ന ഒരുപാട് കെട്ടിടങ്ങൾ, പരമ്പരാഗതമായിട്ടുള്ള കെട്ടിടങ്ങളും പുതിയ രീതിയിലുള്ള കെട്ടിടങ്ങളും കടകളും എല്ലാം തിങ്ങി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ പൊള്ളാച്ചിയുടെ ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ഫ്രെയിം നോക്കേ, ഈ വലിയ കടലപ്പാടത്തിൻ്റെ ഉള്ളിലായിട്ടൊരു കൊച്ചു വീട്, അതിനോട് സമീപമായിട്ട് തെങ്ങും തോപ്പുകളും ഏറ്റവും പുറയിലായിട്ട് വലിയ മലനിരകളൊക്കെ ആയിട്ട് നമ്മളൊരു ചിത്രമൊക്കെ വരയ്ക്കുന്ന പോലെ അല്ലേ, എന്ത് രസമാണ്. അപ്പോൾ ആ വീട് തന്നെയാണ് ഇതിൻ്റെ ഒരു ഭംഗി ഇത്രയും വർദ്ധിക്കാനുള്ള ഒരു മെയിൻ ഘടകം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അതിനടുത്തേക്ക് എന്നാൽ ഇത്രയും ഒരു രസം തോന്നില്ല കേട്ടോ. ഇങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ പൊള്ളാച്ചിയുടെ ഉൾഗ്രാമങ്ങളിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നേരത്തെ വരുമ്പോഴേ ഈ ഏരിയയൊക്കെ മൊത്തം ഇവിടെ ചോളപ്പാടങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ചോളപ്പാടങ്ങൾ അങ്ങനെ കാണാൻ സാധിക്കുന്നില്ല, അതിന് പകരമായിട്ട് നിലക്കടല തന്നെയാണ്. അപ്പോൾ ഈ പൊള്ളാച്ചി ഭാഗത്ത് ഇപ്പം നിലക്കടലയുടെ ഒരു സീസണായിരിക്കും. ഏറിയ പങ്ക് കൃഷിയിടങ്ങളിൽ നമുക്കത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അണ്ണം പറഞ്ഞതനുസരിച്ച് 120 ദിവസമല്ലേ ഇതിൻ്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത്. അപ്പോൾ ജൂൺ മാസത്തിലായിരിക്കും ഈ കൃഷി ഇറക്കിയത്. അതങ്ങനെ ഒരു സെപ്റ്റംബർ വരെ പോകുമായിരിക്കും. അത് കഴിഞ്ഞ് വേറെ പച്ചക്കറികളും അങ്ങനെ വിവിധ തരത്തിലുള്ള കൃഷികൾ ഇങ്ങനെ മാറ്റി മാറ്റി ഇവർ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിപ്പം എട്ടിത്തുറൈ എന്ന ഗ്രാമത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പം എട്ടിത്തുറയുന്നത് ഈ കാണുന്ന വഴി ഇടത്തേക്ക് തിരിയുകയാണേ. ഇനി നമുക്ക് കാക്കകൊത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്ക് പോകേണ്ട വഴിയല്ല ഇതിപ്പോൾ, നമ്മൾ കുറച്ചൊന്ന് ചുറ്റിക്കറങ്ങിയാണ് വന്നത്. എനിക്ക് ഇടയ്ക്ക് വെച്ചൊന്ന് വഴി തെറ്റിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ഇതിൽ പോയാലും ഇച്ചിരി ദൂരം കൂടുതൽ ഓടിയിട്ടാണെങ്കിലും അവിടെ എത്താൻ പറ്റും. വഴിയൊക്കെ മോശമാണ് കേട്ടോ. ഈ ഏരിയയിലൊക്കെ വലിയ തെങ്ങും തോപ്പുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നമ്മുടെ കൽപ്പവൃക്ഷം നിരനിരയായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ. ഇപ്പോൾ തെങ്ങും തോട്ടങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ വരണം, പ്രത്യേകിച്ച് പൊള്ളാച്ചി ഭാഗത്തൊക്കെ. ഇവിടെ ഈ തോട്ടങ്ങളോടനുബന്ധിച്ച് വിവിധ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ് കൂടുതലും ഈ ഒരു ഭാഗത്ത്. ഇവിടെയൊക്കെ കുറേ ഫാക്ടറികളൊക്കെ ഉണ്ട്. ആ കാണാൻ കണ്ടില്ല, അത് ഈ ചകിരി, അതായത് ചകിരി എടുത്തിട്ട് അത് വേർതിരിച്ച് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന കുറേ കമ്പനികളൊക്കെ ഈ ഒരു പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഒത്തിരി ഉണ്ട് ഈ പൊള്ളാച്ചി ഭാഗത്ത്. അതിലൊരു കമ്പനിയാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പൊള്ളാച്ചിയോടും ആനമലയോടും ചേർന്ന് കിടക്കുന്നൊരു പ്രദേശത്തിലൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ട് ഈ കാണുന്നതൊക്കെ ചെറിയ കുടിലുകളാണ്. ഈ തെങ്ങും തോട്ടങ്ങളിലൊക്കെ പണിയെടുക്കുന്നവർ താമസിക്കുന്നതാണ് കേട്ടോ. കണ്ടില്ല, ഇങ്ങനെ നിരനിരയായിട്ട് നമുക്ക് കാണാം. കുറച്ച് സ്ഥലത്തായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വീടുകൾ. പക്ക, ഞാൻ പറഞ്ഞില്ലേ, പക്ക ഒരു കുഗ്രാമമാണിത്. അപ്പോൾ കലൈപുരം കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പ്രദേശം അങ്ങനെ ടൗണ് കാര്യങ്ങളൊന്നുമില്ല. നമ്മളങ്ങനെ കാക്കകൊത്തിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഇവിടുന്ന് നേരെ മുന്നിൽ കാണാൻ ആ പാറ കണ്ടോ, ആ ഒരു പാറയ്ക്ക് പറയുന്ന പേരാണ് കാക്കകൊത്തിപ്പാറ. ആ ചെറിയൊരു പാറയാണ്, അതിൻ്റെ മേളിലേക്ക് നമുക്ക് നടന്ന് കയറാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ താഴെയായിട്ട് ധാരാളം വീടുകൾ നമുക്ക് കാണാം കേട്ടോ. ധാരാളമൊന്നുമില്ല, കുറച്ച് വീടുകൾ മാത്രം, ചെറിയ വീടുകൾ. അതിൻ്റെ മുൻപിലായിട്ട് ഇവിടെ കുറേ പേരൊക്കെ ആ മരത്തിൻ്റെ ചുവട്ടിലിങ്ങനെ ഒത്തുകൂടിയിട്ടുണ്ട്.
ഗ്രാമസഭ നടക്കുവാണോ എന്തോ വിശേഷമൊക്കെ നടക്കുവാന്ന് തോന്നുന്നു. ശരി ശരി ശരി, ഓക്കെ ഓക്കെ. അപ്പോൾ ആണ്ട്, നമ്മൾ ആണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഒരാൾ മരിച്ചുപോയി, അപ്പം അതിൻ്റെ ആണ്ട് നടക്കുവാണ് കേട്ടോ. എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് ഇവിടെ. കണ്ടു അല്ലേ? അതെയോ? ഞാൻ കേരളാവിന്ന് വേറെ. ഇങ്ങ വഴി ഇരിക്ക മേലെ പോവാൻ. അതെല്ലേ, ഇതിലേ അല്ലേ? ഞാൻ പോയിട്ട് വരാം. അപ്പം ഞാൻ ആദ്യം ഓർത്ത് ഈ ഗ്രാമസഭ കൂടുന്നതായിരിക്കും. ഇവിടെ ഈ പാറപ്പുറത്തും കുറേ പേരെ നമുക്ക് കാണാം. എല്ലാവരും ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് കാക്കകൊത്തിപ്പാറ. കാക്കകൊത്തിപ്പാറ എന്ന് തമിഴിൽ പറയും. ആക്ച്വലി ഇതൊരു വ്യൂ പോയിൻ്റ് ആണ്. വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പാറയ്ക്ക് അങ്ങനെ അധികം ഹൈറ്റ് ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറി വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ മേളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന പ്രധാനപ്പെട്ട കാഴ്ച എന്ന് പറയുന്നത് തെങ്ങുംതോട്ടങ്ങളുടെ തന്നെയാണ്. അതിങ്ങനെ കടൽ പോലെ പരന്ന് കിടക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. പിന്നെ നമ്മുടെ പശ്ചിമഘട്ട മലനിരകളും. അപ്പോൾ ഇവിടുന്ന് അങ്ങ് ദൂരെയായിട്ട് നമുക്ക് ആളിയാർ ഡാം കാണാൻ സാധിക്കും കേട്ടോ. അത് ആളിയാർ ഡാം ആണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതെ കേട്ടോ, അത് ആളിയാർ ഡാം തന്നെയാണ് കാണുന്നത് കേട്ടോ. അതിൻ്റെ നമുക്ക് നല്ലൊരു കാഴ്ച ഇവിടുന്ന് കിട്ടില്ല, എങ്കിലും നമുക്കത് ആ ഡാമാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു മലകൾ കണ്ടില്ലേ, അപ്പോൾ അത് വാൽപ്പാറ റൂട്ട്, അതിലാണ് വാൽപ്പാറ റൂട്ട് കടന്നു പോകുന്നത്. അങ്ങനെ മലക്കപ്പാറയ്ക്ക് പോകുന്ന ആ ഒരു വഴിയൊക്കെ അതിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കാക്കകൊത്തിപ്പാറ അറിയപ്പെടുന്നത് തമിഴ് സിനിമകളുടെ ഒരു ലൊക്കേഷനായിട്ടാണ്. അതായത് ഏതാനും ചില തമിഴ് സിനിമകളുടെ ഗാനങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഈ പാറയുടെ മുകളിൽ വെച്ചിട്ട്. എന്തായാലും ഇത് പുറമേക്ക് അധികം അറിയപ്പെടുന്ന ഒരു സ്ഥലമൊന്നുമല്ല, ഇവിടെ ലോക്കലി ഉള്ളവരാണ് കൂടുതലും ഇവിടെ വരുന്നത് കേട്ടോ. എന്തായാലും നല്ല കാഴ്ചകളാണ് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ തെങ്ങും തോട്ടങ്ങളുടെയൊക്കെ നടുക്കായിട്ട് ഉള്ള ഒരു പാറയാണ്. ഈ പാറയുടെയൊക്കെ താഴെയായിട്ട് നമുക്കിവിടെ ചെറിയ വീടുകൾ, വളരെ ചെറിയ കുറച്ച് വീടുകളും കാണാം കേട്ടോ. ഈ തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ അവർ താമസിക്കുന്ന ഒരു ഗ്രാമമാണ്, ചെറിയൊരു ഗ്രാമമാണ്. വളരെ പാവപ്പെട്ട ആളുകൾ, ദരിദ്രാവസ്ഥയിലൊക്കെ ഉള്ളവരാണെന്ന് നമുക്ക് പറയാം കേട്ടോ. അങ്ങനെയുള്ളവരാണ് ഈ ഒരു ഗ്രാമത്തിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളൊക്കെ താമസിക്കുന്ന ഒരു കുഗ്രാമമാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം കാക്കകൊത്തിപ്പാറ എന്നാണോ അറിയപ്പെടുന്നതെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ കാക്കകൊത്തിപ്പാറ വൻതോതിൽ പൊട്ടിച്ചെടുക്കാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുള്ളതായിട്ട് നമുക്ക് ഈ പാറയുടെ മേളിൽ കൂടെ നടക്കുമ്പോൾ കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് ഹോളുകൾ ഈ പാറയുടെ പല ഭാഗങ്ങളിലായിട്ട് നിരവധി ഹോളുകൾ നമുക്ക് കാണാം കേട്ടോ. ഹാമറിട്ട് ഇട്ടേക്കുന്ന പൊട്ടിച്ചെടുക്കാനായിട്ട് ഈ കരിങ്കൽ കോറികളൊക്കെ നടന്നവർ ചെയ്തതായിരിക്കാം. പിന്നെ എന്തെങ്കിലും കേസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ഇത് ഉപേക്ഷിച്ചേക്കണം, അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ സമ്മതിക്കാത്തതുകൊണ്ടായിരിക്കും. എന്തായാലും ഈ പാറ പൊട്ടിച്ച് കഴിഞ്ഞാൽ ആ താഴെ കാണുന്ന ഒരു ഗ്രാമം തന്നെ ഇല്ലാതെയാവുന്നുള്ളതിൽ ഒരു സംശയം വേണ്ട കേട്ടോ. അപ്പോൾ ഈ കാക്കകൊത്തിപ്പാറയുടെ താഴെയായിട്ട് ഇതിലൊരു തോടൊക്കെ ഒഴുകി പോകുന്നത് കാണാം. ഈ ഗ്രാമത്തിലുള്ളവരുടെ ഒരു ജലസ്രോതസ്സാണ്, അവർ കുളിക്കുകയും തുണി അലക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അത് ഈ തോട്ടുംകരയിലായിട്ട് മാതള നാരകത്തിൻ്റെ ഒരു മരം കാണാം. നോക്കി കാഴ്ച കിടക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടോ, ചെറിയൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. ആ ഒരു സ്ഥലത്തായിട്ട് കുറച്ചധികം വീടുകൾ നമുക്ക് കാണാം കേട്ടോ. വളരെ ചെറിയ വീടുകൾ. நீங்கெல்லாம் வந்தது எங்களுக்கு சந்தோஷமான இது டெத்தாகி வருஷம் കഴിക്കാം. இப்போ വരാം. ഇപ്പോൾ വരാം. ഇത് തണ്ണിയല്ലേ ഉള്ളത്, ടാങ്കല്ലേ? தண்ணி வருന്നില്ല. தண்ணி வரதுல பைப் வீடுக்கு போட்டு கொடுத்தாங்க. வீடுக்கு தண்ணி போடுறதுனால அது தண்ணி வந்து ஒரு வாரம் கழிச்சு தான் வருங்க. அது எத்தனை நாளைக்கு ஒருக்க வரும்? ஒரு 5 நாள் 6 நாள் ஆகுது. 6 നാളായില്ലേ വന്നിട്ട്? 6 നാൾ ആകും. 6 നാൾ ആകും തണ്ണി വരുന്നത്. ഓക്കെ. ഇവിടെ ഒരു തൊഴുത്തൊക്കെ നോക്കി, ആട്ടും തൊഴുത്താണേ. കണ്ടോ, ഓല മേഞ്ഞ ഒരു തൊഴുത്ത്. ഇങ്ങനെയുള്ള വീടുകളാണ്, ചെറിയ ചെറിയ വീടുകൾ. അണ്ണൻ്റെ വീടാണോ? ആട്ടിൻകുട്ടി നിൽക്കുന്ന നോക്കി. எல்லாம் எங்கள் இடத்து இது போல தானே. അതെ അല്ലേ? പിന്നെ பெரிய பில்டிங்கு സ്ഥലമെല്ലാം ഒന്നുമില്ല. இல்லை, இதே போல தானே. இந்த மாதிரி ஒரு வீடு கட்டுறதுக்கு எவ்வளோ செலவாகும்? இது ஒரு 27 ரூபா செலவாகும். 24,000 രൂപ ആവും അല്ലേ? ഇത് നിങ്ങൾക്ക് ഇത് എത്ര സെന്റ് ഇருக்கு നിങ്ങൾക്ക്? ഇത് 1.5 സെന്റ് വരും. 1.5 സെന്റിൽ മട്ടും വീട് മട്ടും. ഇത് வந்து സ്ഥലം വീതിയാണ് ഇത്. ഇത് നിങ്ങളുടെ സ്ഥലമല്ല? ഇല്ല, അതാ നമ്മുടെ വീട്. ഇത് വന്നിട്ട് വീതിയാണ് ഇത്. അപ്പൊ ആ വീട് ഇരിക്കുന്ന 1.5 സെന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ അവർക്ക് സ്ഥലം എന്ന് പറയുന്നത്.
അതിൽ കമ്മിയാ 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 അല്ലേ? അത്രയും സ്ഥലത്ത് മാത്രമാണ് ആ വീട് നിൽക്കുന്നത്. വേറെ ഒത്തിരി സ്ഥലമൊന്നും ഇല്ല കേട്ടോ ഇവർക്ക്. ഇതൊരു വീടാട്ടോ. ഇത് വളരെ ചെറിയൊരു വീടാണേ. ഓല, കംപ്ലീറ്റ് ഓലയാണ്. ഇത് തൊഴുത്താണ്. എല്ലാം 1.5 സെൻറ്റ് അത്രേ ഉള്ളൂ. 1.5 സെൻറ്റും അതിൽ താഴെയുള്ള അത്രയും സ്ഥലത്താണ് ഒരു വീട് വയ്ക്കുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു വീടെന്നൊക്കെ പറഞ്ഞാൽ ഒരു സാങ്കല്പികം മാത്രം, അങ്ങനെ നമുക്ക് പറയാം കേട്ടോ. കണ്ടോ വീടുകളുടെ ഇവിടുത്തെ വീടുകളുടെയൊക്കെ അവസ്ഥ കണ്ടില്ലേ? ബാത്റൂമൊക്കെ ഇരിക്കാം? ഇല്ല, ബാത്റൂം ഇല്ല. ആ, അപ്പൊ നിങ്ങൾ വെളിയിൽ പോകുമോ? ആ, ഗവൺമെന്റ് ഒന്നും കെട്ടിക്കൊടുക്കാൻ കഴിയും? ഇങ്ങനെ ഒന്നുമില്ല. கவர்மெண்ட் கொடுத்து எப்போ 20 வருஷத்துக்கு முன்னால் ஆ ஆட்சியில் ஜெயலலிதா ஆட்சியில் நம்ம எம்ஜிஆர் ஆட்சியில் கொடுத்தேன்னு நினைக்கிறேன். ஒவ்வொரு வீடு கட்டி கொடுத்தாங்க. ஒவ்வொரு வீட்டுக்கு வந்து கட்டி கொடுத்தாங்க. இது கவர்மெண்ட் கட்டி கொடுத்த வீடா? இது கவர்மெண்ட் கட்டி வீடு முதல்ல. இப்போ അത് കട്ടി കൊടുത്ത് വന്ന് ഇപ്പോൾ 20 വർഷമാச்சு. ഇത് കട്ടി 20 വർഷം മേലെ ഇருக்கு. ഒത്തിരി വീടുകളുണ്ട്. ആ പാറയുടെ മേളിൽ നോക്കിയപ്പോൾ ഇത്രയും തോന്നിയില്ല കേട്ടോ. പക്ഷെ ഒത്തിരി വീടുകൾ. എത്ര? 14 വീടുകളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു സംഗതി കാണിച്ചു തരാം കേട്ടോ. ഇവിടെ 2 വീടുകളുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് നാളായേ ഉള്ളൂ ഈ വീടുകൾ പോയിട്ട്. കണ്ടില്ല, വീടുകളുടെ തറയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തീ പിടിച്ച് പോയതാണ്. ഓല വീടായിരുന്നു. അത് തീ പിടിച്ച് കത്തി നശിച്ചു പോയി. അപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നവർക്കൊന്നും തന്നെ പറ്റിയില്ല. പക്ഷേ അവരുടെ സമ്പാദ്യം എല്ലാം പോയി. പൈസയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് അതെല്ലാം കത്തിപ്പോയി. കണ്ട കത്തി അതിൻ്റെ ആ ഒരു കണ്ടില്ലേ, ആ തടിയെ കിടക്കാണ്ടില്ല തീ പിടിച്ച് കത്തിപ്പോയിട്ട് കംപ്ലീറ്റ് പോയെന്ന് പറഞ്ഞു. അവർക്ക് കുറേ സമ്പാദ്യം ഉണ്ടായിരുന്നു. അവർ ഈ കൂലിപ്പണി ചെയ്തുള്ള പൈസ എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ് പോയെന്ന് പറഞ്ഞു. പക്ഷേ അവർക്കങ്ങനെ അപായമൊന്നും പറ്റിയില്ല കേട്ടോ. ഉണ്ടോ, ആ 2 വീടുകൾ നിന്നിരുന്ന ആ ഒരു തറയാണത് ഈ കാണുന്നത്. ഇത് പുതുസാ കെട്ടിയതാ അവരുടെ വീട് തന്നെ. അവർ പുതിയതായിട്ട് പണിത ഒരു വീടാണ്. അതെ അല്ലേ? ഓ എൻ്റെ പൊന്നെ, അതായത് നമ്മുടെയൊക്കെ ഒരു ബാത്റൂമില്ലേ, ആ ഒരു ബാത്റൂമിൻ്റെയൊക്കെ സൈസേ ഉള്ളൂ കേട്ടോ ഈ വീടിന്. കണ്ടോ ഇതിൻ്റെ ഇത്, അതായത് ഈ ആസ്പെറ്റോസ് വെച്ചിട്ടാണ് മറച്ചിരിക്കുന്നത് ഇതിൻ്റെ ഭിത്തിയൊക്കെ. അതിൻ്റെ മേൽക്കൂര അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അണ്ണാ ഇതൊക്കെയുള്ള എത്ര പേര് ഇருக்கு? 3 പെണ്ണുങ്ങളും 1 ആണും ഉണ്ടല്ലേ? അത്രയും പേരാണ് ഈ ഒറ്റ വീട്ടിൽ താമസിക്കുന്നത്, ഈ ഒരു ചെറിയ വീട്ടിൽ. അവർ പാചകം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഈ പുറത്താണ്. ഇതൊക്കെ ആ പഴയ വീടിൻ്റെ ആയിരുന്നല്ലേ? കണ്ടില്ലേ, എല്ലാം പോയി കിടക്കുന്നതുണ്ടോ? ഓ ഇത് കണ്ടില്ലേ, ഒരൊറ്റ മുറി മാത്രമേ ഉള്ളൂ. ഇതിനുള്ളതാണ് അത്രയും പേര് താമസിക്കുന്നത് കേട്ടോ. കിടക്കുന്നത്, ആഹാരമൊക്കെ പാകം ചെയ്യാനും കിടക്കാനൊക്കെ ആയിട്ടുള്ള കുറച്ച് സ്ഥലം മാത്രമേ. പാമ്പൊക്കെ വരൂല്ലേ? അയ്യോ, അവിടെ കറണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ കഷ്ടമാണ്. എല്ലാം വെളിയിൽ പോകണം അല്ലേ? സാധാരണ ഇങ്ങനെയുള്ള ഗ്രാമങ്ങളിലൊക്കെ വരുമ്പം നമുക്ക് കോമൺ ആയിട്ടുള്ള ബാത്റൂമുകളൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ അത്ര എന്താ പറയുക, ഒരു അങ്ങനെ ആരും തിരിഞ്ഞു നോക്കാത്തൊരു സ്ഥലമാണെന്ന് നമുക്ക് കാണാൻ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ പോയ ഒരു ഗ്രാമത്തിൻ്റെ പേര് കാക്കകൊത്തി എന്നാണേ. അപ്പോൾ കാക്കകൊത്തിയിലെ പാറ കാക്കകൊത്തി പാറ, അങ്ങനെയാണ് ആ ഒരു പാറയ്ക്ക് ആ ഒരു പേര് വന്നത് കേട്ടോ. കാക്കകൊത്തിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ നമ്മൾ തുണ്ടക്കടവ് പതി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് എത്തുന്നത് കേട്ടോ. ഇത് ചെറിയൊരു ഗ്രാമമാണ്. ഏകദേശം 150ഓളം വീടുകൾ മാത്രമുള്ള ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഈ തെങ്ങും തോപ്പുകളിലോട് ചേർന്നാണ് ഈ ഗ്രാമം ഉള്ളത്. ഈ ഗ്രാമത്തിലൊരു ഹോട്ടലാണ് കേട്ടോ ഈ കാണുന്നത്, ഒരു ചായക്കട എന്ന് പറയാം. 1-2 കടകളൊക്കെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഗ്രാമത്തിലേക്ക് വന്നപ്പം ആദ്യം ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇവിടെ സ്കൂളുണ്ടെന്നും പറഞ്ഞൊരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് ഇതായിരിക്കും സ്കൂളെന്ന്. പക്ഷേ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് ഇത് ഈ ഗ്രാമത്തിലെ ഒരു കല്യാണ മണ്ഡപമാണെന്ന്. അതായത് ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു കല്യാണ മണ്ഡപം. കല്യാണ മണ്ഡപത്തിൻ്റെയൊക്കെ ഒരു കോലം നോക്കി. അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു കോവിലുണ്ട്, കാളിയമ്മൻ കോവിൽ. ആ കോവിലിനോട് ചേർന്നാണ് ഈ കല്യാണ മണ്ഡപമൊക്കെ ഉള്ളത്. കണ്ടോ, കല്യാണ മണ്ഡപമാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും തോന്നില്ല. ഞാനത് പറഞ്ഞുകൊണ്ട് മാത്രമാണ് മനസ്സിലായത്. ഞാൻ ഓർത്ത പഴയ സ്കൂളായിരിക്കുന്നത് കണ്ടപ്പോൾ, കാരണം ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് ബോർഡ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ ഇത് കല്യാണ മണ്ഡപമാണ്. വളരെ ചെറിയൊരു ഹാള്, അതിനോട് ചേർന്ന് നമുക്ക് ഈ ഭക്ഷണമൊക്കെ പാകം ചെയ്യാനായിട്ടുള്ള ഒരു കെട്ടിടം കൂടെ കാണാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിനുള്ളിൽ വെച്ചിട്ടാണ് ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത്. അവിടെ അടുപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഗ്രാമത്തിലെ കല്യാണ ഫംഗ്ഷനൊക്കെ നടത്തുന്ന ഒരു ഹോളാണിത് ഈ കാണുന്നത് കേട്ടോ. ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ഹോളാണെന്ന് ഓർക്കണം. അപ്പോൾ ആ കാണുന്നതൊക്കെ ഈ ഗ്രാമത്തിലെ വീടുകളാണേ. ഒത്തിരി വീടുകൾ നമുക്കത് ആ ഒരു ഭാഗത്തും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ 150ഓളം വീടുകൾ ഉള്ളതെല്ലാം തന്നെ ഈ ഒരു ഒറ്റ ഈ സ്ഥലത്ത് തന്നെയാണ്. അതായത് ആ 150 വീടുകൾ ഒരുമിച്ചാണ്, വലിയൊരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ.
അതുപോലെ ഇവിടെ ഒരു സ്കൂളുണ്ട് കേട്ടോ. സ്കൂൾ തൊട്ടപ്പുറം മാറിയാണുള്ളത്. അപ്പോൾ ഇതാണ് കാളിയമ്മൻ കോവിൽ. അതിനോട് ചേർന്നായിട്ട് ഈ കാണുന്നത് ഈ ഗ്രാമത്തിലെ പഴയ ഒരു ചായക്കടയാണ് കേട്ടോ. അത് ഇടിഞ്ഞു പൊളിഞ്ഞ് പോയതാണേ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഒരു ചായക്കട മാത്രമേ ഉള്ളൂ. പിന്നെ വേറെ കടകൾ ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുവഴി ഈ ഗ്രാമത്തിനുള്ളിലേക്ക് പ്രവേശിക്കാം കേട്ടോ. ആടുകളെയൊക്കെ അഴിച്ച് വീട്ടിലേക്ക് കൊണ്ടിരുന്ന ഒരു അക്കേനെ കാണാം കേട്ടോ. കണ്ടോ, ഇവിടെ വന്നപ്പോഴത്തേക്കും ധാരാളം വീടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എല്ലാം അടുത്തടുത്തായിട്ട്, അതായത് ഈ 150 വീടുകൾ ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയൊരു ഏരിയയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ആ ഒരു കാക്കകൊത്തി ഗ്രാമത്തിൽ കണ്ട പോലെയല്ല, ഇവിടുത്തെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ ഇത്. വീടുകളാണെന്നുണ്ടെങ്കിലും കുറച്ചുകൂടെ മെച്ചപ്പെട്ട വീടുകളാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ചെറിയ വീടുകൾ തന്നെയാണ് ഏറിയ പങ്കും. അപ്പം ഈ ഗ്രാമത്തിലെ ഒരു പ്രധാനപ്പെട്ട കടയാണേ നമ്മളീ കാണുന്നത്. ഒരുപാട് സാധനങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങിയിരിക്കുന്ന ഒരു കടയാണ് കേട്ടോ. മിഠായികളൊക്കെ, പലതരത്തിലുള്ള മിഠായികളും പലഹാരങ്ങളും, പിന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന അത്യാവശ്യം സാധനങ്ങൾ, സ്കൂളിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഉള്ളൊരു കടയാണ്. അത് ചെരുപ്പൊക്കെ, കുറച്ച് ചെരുപ്പുകളൊക്കെ നമുക്ക് കാണാം. ഇങ്ങനെയുള്ള സഞ്ചികൾ, കൂടകൾ, പലഹാരങ്ങൾ, കാര്യങ്ങളൊക്കെ. അക്ക, നിങ്ങളുടെ പേര്? ഭാഗ്യലക്ഷ്മി. ആ, അക്കയുടെ കടയാണ്. അപ്പോൾ ഈ ഗ്രാമത്തിലേക്ക്, ഇവിടെയുള്ള വീടുകളിലേക്ക് വേണ്ടുന്ന അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത്. പിന്നെ ഇവർ പൊള്ളാച്ചിയിലും ആനമലയിലൊക്കെയാണ് പോകുന്നത് അല്ലേ? ആ, പിന്നെ ഒരു കടയും കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇതുപോലത്തെ ഒരു കടയും കൂടെ ഈ ഗ്രാമത്തിലുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു റേഷൻ കടയൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണാൻ കണ്ടില്ലേ? ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്, അതുകൊണ്ട് തന്നെയാണ് റേഷൻ കട തുറക്കാത്തത്. അപ്പോൾ ഇതാണ് ഈ ഗ്രാമത്തിലെ സ്കൂള്. 8ാം ക്ലാസ് വരെ ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. ഈ ഗ്രാമത്തിലുള്ള കുട്ടികളും പിന്നെ നമ്മളാ പോയ കാക്കകൊത്തിയിലെ പിന്നെ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെയുള്ള കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു സ്കൂളാണ് കേട്ടോ. 8ാം ക്ലാസ് വരെയുള്ള ഒരു സ്കൂളാണ്. ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ വന്ന് നിന്ന് കഴിഞ്ഞാൽ മൊത്തം ബഹളമയായിരിക്കും. അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം ഈ തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ്. ഇവർ പറയുന്നത് ഇവരെ കാട്ടിവേല പാക്കുവാണെന്നാണ് പറയുന്നത് കേട്ടോ. അതായത് കാടെന്നവർ ഉദ്ദേശിക്കുന്നത് കൃഷിയിടങ്ങൾക്കാണ് അവർ കാടെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മിക്കവരും തന്നെ ഇവിടെ ഈ തെങ്ങുതോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. നമ്മളിപ്പോൾ ആത്തുപ്പാലം എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ പോയ ഒരു ഗ്രാമത്തിൻ്റെ സമീപ ഗ്രാമമാണ് കേട്ടോ. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്നാണ് കാക്കകൊത്തി പാറയിലേക്ക് തിരിഞ്ഞു പോയത്. അതുപോലെ തന്നെ ഈ റോഡ് നേരെ പോകുന്നത് പൊള്ളാച്ചിയിലേക്കാണ്. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളിപ്പോൾ പോയ ഒരു ഗ്രാമത്തിലേക്കൊക്കെ ബസ് പൊള്ളാച്ചിയിൽ നിന്ന് സർവീസ് നടത്തുന്നുണ്ട്. ഇവിടെ ഗവൺമെൻറ് ബസ് ഒരു ദിവസം 4 സർവീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഒരു ബസ് അങ്ങ് പോയിട്ടുണ്ട്. അവിടെ നിന്ന് ആളെ എടുത്തിട്ട് തിരിച്ച് പൊള്ളാച്ചി ഭാഗത്തേക്ക് സർവീസ് നടത്തുന്ന ബസ്സാട്ടെ. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ കാണാം. അപ്പം ഈ പാട്ടിക ബസ് കാത്ത് ഇരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ അമ്മ നേരത്തെ പാലക്കാടായിരുന്നു വീട് അല്ലേ? ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. പാലക്കാട് ആരൊക്കെയുണ്ട് ഇപ്പം? ആരെല്ലാം ഉണ്ടോ? ബന്ധുക്കളൊക്കെ ഉണ്ടോ? അവിടെ ആരുമില്ല അല്ലേ? ഇപ്പം എവിടെ പോവാ അമ്മ? എവിടെ പോവാ? അതെ അല്ലേ? ബസ് വരുന്നുണ്ട്. അത് കണ്ടോ, അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന ബസ്സാണ്. ഈ ബസ്സിനാ പോകുന്നത് അല്ലേ? ഇത് പൊള്ളാച്ചിക്ക് പോകുന്ന ബസ്സാണോ? അതെ അല്ലേ? അപ്പോൾ ഈ ബസ് കൂടാതെ തന്നെ ഇവിടേക്ക് ഈ ഷെയർ ഓട്ടോ സർവീസ് നടത്തുന്നുണ്ട് കണ്ടോ. അപ്പോൾ പൊള്ളാച്ചിക്കാണ് ആ റൂട്ട്. ആ ബസ് പൊള്ളാച്ചിക്കാണ് പോകുന്നത്. ഷെയർ ഓട്ടോയിനാണ് ഈ ഗ്രാമങ്ങളിലൊക്കെ ഉള്ളവർ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് കേട്ടോ. കാരണം ഈ 4 സർവീസ് മാത്രമേ ഉള്ളൂ ബസ് ഇങ്ങോട്ട്. ഈ ബസ് അങ്ങ് പോയിട്ട് കുറച്ച് സമയമായിരുന്നു. അപ്പോൾ ആ ഗ്രാമത്തിലൊക്കെ ഉള്ളവർ നമ്മളിത് അവിടെ കണ്ട് അവരൊക്കെയാണ് ടാറ്റ കാക്കകൊത്തിയിൽ ആ ഒരു ചടങ്ങിന് വന്ന ആളുകളൊക്കെ ഉണ്ട്. അവർ തിരിച്ച് അവരുടെ വീടുകളിലേക്ക് പോകുന്നതാണ്. അതുപോലെ തന്നെ അതെ, ഇവിടെ ഈ ഒരു ഗ്രാമത്തിലും നമുക്കൊരു തോട് കാണാം. അപ്പോൾ ഈ ഒരു തോട് തന്നെ ആയിരിക്കാം നമ്മൾ ആ കാക്കകൊത്തി പാറയുടെ സമീപമായിട്ട് കണ്ടത്. എന്തായാലും ഈ തോടിന് കുറുകെയായിട്ട് ഒരു ചപ്പാത്തൊക്കെ പണിത് വെച്ചിട്ടുണ്ട്. ചപ്പാത്തെന്ന് പറഞ്ഞാൽ ഇത് കൈൻഡ് ഓഫ് ബ്രിഡ്ജാണ്. നമ്മൾ നോർമലി കാണുന്ന പാലത്തിൻ്റെ അത്രയും ഹൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ല മഴ ഉള്ള ടൈമിൽ, മഴക്കാലത്തൊക്കെ ഇത് കവിഞ്ഞ് വെള്ളം പോകും. നമ്മുടെ കേരളത്തിൽ ചപ്പാത്തൊക്കെ കവിഞ്ഞ് ഗ്രാമങ്ങളൊക്കെ ഒറ്റപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ കാണുന്നതല്ലേ. അങ്ങനെ നമ്മൾ രാവിലെ കടന്നു പോയ ആ ഒരു റോഡിലേക്ക് വന്ന് കയറിയേ. ഇത് നേരെ ചെമ്മനാമ്പതിക്കാണ് ചെല്ലുന്നത്. അങ്ങനെ കേരളത്തേക്ക് കയറുവാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ചെമ്മനാമ്പതി ചെക്ക് പോസ്റ്റ്. ഇത് ഇവിടുന്ന് നമ്മൾ തമിഴ്നാട് പിന്നിടുവാണ്, കേരളത്തിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അങ്ങനെ ചെക്ക് പോസ്റ്റ് പിന്നിട്ട് കേരളത്തിലേക്ക് കയറിയേ.
പക്ഷേ ഈ ചെമ്മനാമ്പതി ഞാൻ കടന്നു പോയപ്പം രാവിലെ ഈ ഗ്രാമം കാണിക്കണമെന്ന് ഓർത്തായിരുന്നു. പക്ഷേ ഇവിടെ മഴയായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ വന്നപ്പം. അപ്പോൾ അതാണ് ഇവിടെ നിർത്താതെ നേരെ പോയത്. അപ്പോൾ ഇതാണ് ചെമ്മനാമ്പതി എന്ന് പറയുന്ന ഗ്രാമം. നമ്മുടെ പാലക്കാട് ജില്ലയിൽ മുതലമട പഞ്ചായത്തിലാണ് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ കേരളത്തിലാണെന്ന് പറയൂല കേട്ടോ. തമിഴ്നാടിൻ്റെ ഒരു ഗ്രാമം, തമിഴ്നാടാണെന്നാണ് പറയുള്ളൂ. തമിഴ്നാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പം കാണുന്ന കാഴ്ചകളും ആ ഒരു രീതികളൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത് കേട്ടോ. പക്ഷേ ഇവിടെ നമ്മുടെ മലയാളികളും അതിൽ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണെന്ന് തോന്നുന്നത്. കാരണം ഇവിടെ ഉള്ളവരെല്ലാം തമിഴ് തന്നെയാണ് സംസാരിക്കുന്നത്. മലയാളം സംസാരിക്കുന്നവർ വളരെ കുറവാണ് കേട്ടോ. ഇവിടെ തമിഴ്നാട്ടുകാരാണോ അതെയോ കേരളക്കാരാണോ കൂടുതൽ? തമിഴ്നാട്ടുകാരെ. കേരളക്കാരും ഉണ്ടോ? ആ, എന്നാലും കൂടുതലും തമിഴ്നാട്ടുകാരാ അല്ലേ? അതെ, ബോർഡർ ആയതുകൊണ്ട്. ആ ഹാ. ഈ വീടുകളൊക്കെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ളവരുടെയാണോ? അതെ. ആ ഹാ ഹാ. ഇല്ല, ഈ കാണുന്ന വീടുകളെല്ലാം തമിഴ്നാട്. അതെ അല്ലേ? ആ, അപ്പോൾ ശരിക്കും മലയാളികളുടെ വീടുകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. ഉള്ളിലേക്ക് പോയാലുണ്ടല്ലേ? തോട്ടമുണ്ട്. മലയാളം അറിയാം അല്ലേ ഇവിടെ ഉള്ളവർക്ക്? ബോർഡർ ആയതുകൊണ്ട് അറിയാം. അപ്പോൾ ഈ ഗ്രാമത്തിൽ ഒരുപാട് ലോട്ടറി കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു അതിർത്തി പ്രദേശം ആയതുകൊണ്ടാണ്. ഇതിൽ ഒത്തിരി പേര് പാസ് ചെയ്ത് പോകുന്നതല്ലേ. അതുമല്ല ഇവിടുന്ന് തമിഴ്നാട്ടിൽ നിന്ന് അവർ വന്നിട്ട് ഇവിടുന്ന് ലോട്ടറി എടുത്ത് പോകുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ ചെക്ക് പോസ്റ്റ് അവർ ചെക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഫൈൻ അടിച്ച് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഇവിടുന്ന് ലോട്ടറി എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. എന്തായാലും ഒരുപാട് ലോട്ടറി കടകളുണ്ട്. അത് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാം. അതുപോലെ ഗോവിന്ദാപുരം ചെക്ക് പോസ്റ്റിൽ അവിടെയുണ്ട്. അവിടെ ഇതിൽ കൂടുതൽ ലോട്ടറി കടകൾ അവിടെയുണ്ട്. അവിടെയാണ് മെയിൻ റോഡെന്ന് പറയുന്നത്. ഇത് നല്ല തിരക്ക് വരുന്നത് അവിടെയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും ലോട്ടറി കടകളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കുറേ കടകൾ നമുക്ക് കാണാം. ഇവിടെ തമിഴ് ശൈലിയിലുള്ള ഒരു ക്ഷേത്രം കാണാം. ശരിക്കും തമിഴ്നാട് എന്ന് തന്നെ പറയാം കേട്ടോ. ഇവിടെ കാണുന്ന ബോർഡുകളാണെന്നുണ്ടെങ്കിലും മലയാളത്തിൽ അങ്ങനെയൊന്നും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എഴുതി വെച്ചിട്ടുള്ളത്. ബാക്കി എല്ലാം തന്നെ തമിഴിലാണ്. അപ്പോൾ കേരളവും തമിഴ്നാടുമായിട്ട് ഇവിടുന്നാണ് അതിർത്തി തിരിയുന്നത് കേട്ടോ. ഇവിടെ ഒരു തോടുണ്ടേ. ഈ പാലം കിടന്ന് അപ്പുറം പോയ തമിഴ്നാട്, ഇപ്പുറം കേരളം. നമ്മളിത് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് നടന്ന് കയറാനായിട്ട് പോകാം കേട്ടോ. ഇത് ഇവിടെ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൻ്റെ ഇവിടെ അടുത്തായിട്ട്, അതായത് ഇവിടുന്ന് ഒരു 13 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ബോർഡാണ്, ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അരുൾമിഗു മാസാനി അമ്മൻ ടെമ്പിൾ, ഫേമസ് ആയിട്ടുള്ളൊരു ടെമ്പിളാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ ഇത് പൊള്ളാച്ചി ഭാഗത്ത് നിന്ന് വന്നൊരു ബസ് ആ ഒരു ചെക്ക് പോസ്റ്റിന് സമീപമായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് തിരിച്ച് പൊള്ളാച്ചിയിലേക്ക് തന്നെ പോവാണ് കേട്ടോ. അപ്പോൾ ആ ബസ്സിന് വന്നിറങ്ങിയ ഈ ഗ്രാമത്തിലെ ആളുകളാണ് ഈ നടന്നു പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് ഈ ചെക്ക് പോസ്റ്റ് വിട്ടാൽ ഇങ്ങോട്ട് ഈ ബസ് കയറാനുള്ള പെർമിറ്റ് കാണുന്നതായിരിക്കും. അവിടെ വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു കേരളത്തിൻ്റെ കാണുന്ന ഒരു പ്രദേശങ്ങളൊക്കെ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കി ഈ അതിർത്തി പിന്നിട്ടപ്പം കണ്ടില്ലേ, തമിഴ്നാട്ടിലേക്ക് കയറിയപ്പം ഈ തോട്ടിൽ കൊണ്ട് മാലിന്യങ്ങളെല്ലാം കൊണ്ട് വലിച്ചെറിഞ്ഞേക്കുന്നത് കണ്ടില്ലേ. അപ്പം നമ്മുടെ കേരളത്തിലെ പഞ്ചായത്തിൻ്റെ അണ്ടറിൽ വരുന്ന അവിടെ അത്യാവശ്യം നല്ല ക്ലീനായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. അവിടെ ഭയങ്കര സ്ട്രിക്റ്റാണ് നമ്മുടെ നാട്ടിൽ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഇവരിങ്ങനത്തെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അവിടെ കറക്റ്റ് ആ ഒരു ബോർഡർ മാറിയപ്പോൾ തന്നെ ഇട്ടേക്കുന്നുണ്ടല്ലേ. ഇപ്പോൾ ഈ വേസ്റ്റൊക്കെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് പണി കിട്ടുമെന്നറിയാം. അപ്പോൾ മിക്കവാറും അവിടെ താമസിക്കുന്നവരൊക്കെ ആയിരിക്കും കൊണ്ടിട്ടേക്കുന്നത്, അല്ലാതെ ആരും ഇവിടെ കൊണ്ടിടാനാണല്ലേ. എന്തായാലും കണ്ടില്ലേ, അത് മാറ്റിയിട്ടേക്കണേ കറക്റ്റ്. അതാണ്. എന്തൊക്കെ പറഞ്ഞാലും വൃത്തിയുടെ കാര്യത്തിൽ നമ്മുടെ കേരളം കഴിഞ്ഞിട്ട് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഗ്രാമത്തിലുള്ള നിരവധി പേര് ഈ തോട്ടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട്. അതായത് ഇവിടെ ഒത്തിരി തോട്ടങ്ങളുണ്ട്, തെങ്ങും തോട്ടങ്ങളും. അതിലൊക്കെ ഉപരി മാവിൻ തോട്ടങ്ങളാണ് ഏറ്റവും കൂടുതൽ. അതായത് ഈ മുതലമട പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ എന്താ പറയുക, മാംഗോ വില്ലേജ് അല്ലേ. ഇവിടെ ഒരുപാട് മാവിൻ തോട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ പണിയെടുക്കുന്ന ജോലിക്കാർ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ഈ ക്ഷീര കർഷകരുണ്ട്. ഇവിടെ ഈ പാൽ സൊസൈറ്റി ഒക്കെ ഉണ്ട്. ഇതിൽ രാവിലെ വരുമ്പോൾ നമുക്ക് കാണാം ഈ പാലൊക്കെ ആയിട്ട് സൊസൈറ്റിയിലേക്ക് കൊണ്ടിരുന്ന കേട്ടോ. രാവിലെ വൈകുന്നേരമൊക്കെ കൊണ്ടിരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാൽ സൊസൈറ്റി ഒക്കെ ഉണ്ടേ. അപ്പോൾ പാല് വരുന്ന ടൈമാണോ? ആ, രാവിലെ വൈകുന്നേരം അളക്കും അല്ലേ? 5 മണി തൊട്ട് 6 മണി വരെയാണ്. അപ്പോൾ ഇവിടെ ഈ കേരളത്തിലുള്ളവരാണോ അതോ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും? ഇവിടെ കേരളത്തിൽ മാത്രം അത് മാത്രമേ പറ്റുള്ളൂ അല്ലേ? ഇവിടെ വന്നിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഡെയിലി 2400 ലിറ്റർ പാലാണ്. കാലത്ത് വന്നിട്ട് 1200 ലിറ്ററും വൈകിട്ട് ഒരു 1200 ലിറ്റർ ഈ സൊസൈറ്റിയിൽ സംഘത്തിൽ മാത്രം, ഇവിടെ മാത്രമായിട്ട് ഈ ബ്രാഞ്ച് മാത്രം. അതല്ലാതെ നമുക്ക് 10-12ഓളം ബ്രാഞ്ചുകളുണ്ട്. 15,000 ലിറ്ററോളം പാലാണ് നമ്മൾ ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് അയക്കും. ഓ, അത്രയുണ്ടല്ലേ? മേലേക്ക് നമുക്ക് അയക്കാം. ചെമ്മനാമ്പതി മലയാടിവാരം റോഡെന്ന് കണ്ടിട്ട് ചെമ്മനാമ്പതിയിൽ നിന്ന് തിരിഞ്ഞ് കയറിയതാണ്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു മലയാടിവാരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഇതുവഴിയല്ല പോകേണ്ടത്. ഈ വഴി എവിടെ വരെ ഉണ്ടെന്നൊന്നും അറിയില്ല കേട്ടോ. ഈ പ്രദേശത്തേക്ക് വന്നപ്പോഴത്തേക്കും ഇവിടെ ഇഷ്ടം പോലെ മാവിൻ തോട്ടങ്ങൾ നമുക്ക് കാണാം. മാന്തോട്ടങ്ങളാണ് ഈ ഒരു മുതലമട പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വഴി ഇവിടെ കൊണ്ട് തീരുവാണ്. ഇപ്പം എന്തായാലും മുന്നോട്ട് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഫോറസ്റ്റിൻ്റെ അടുത്തേക്ക് ഇന്ന് കയറും. എന്തായാലും
മാങ്ങയൊന്നും ഇല്ല കേട്ടോ മാവിൽ, എല്ലാം മറിച്ചെടുത്തിട്ടുണ്ടായിരിക്കും. ആ റോഡ് അവിടെ കൊണ്ട് തീരുവാ അല്ലേ? റോഡ് അവിടെ വരില്ല, ആ മേളിലേക്ക് പോവാ, ഫോറസ്റ്റിലേത്? ഫസ്റ്റ് ആ അതിൽ നിന്ന് അവിടെ ഫസ്റ്റ് தான். ആ വഴി ഇവിടുത്തെ അവിടത്തെ കൊണ്ട് തീരുവല്ലേ? അതെ അല്ലേ? അതിൽ നിന്ന് മേലെ കുറച്ച് വകലി പോട്ടിருக்கு, നടക്കണം. അതെ അല്ലേ? ഈ മൃഗങ്ങൾ ആനയൊക്കെ വരുമോ? ഇവിടെ വരും, ഇറങ്ങി വരുമോ? മിൻവേലി ഇട്ടിരിക്കുന്നത്. ആ ഓക്കെ. കണ്ടാക്കാൻ കണ്ടില്ല മല. അപ്പോൾ ഇവിടെ വെച്ചത് ഒരു അണ്ണനെ പരിചയപ്പെട്ടോ. അപ്പോൾ ഞാനങ്ങനെ തിരിച്ച് ചെമ്മനാമ്പതിക്ക് പോകുമായിരുന്നു. അപ്പോൾ ഇങ്ങ് വരാൻ പറഞ്ഞിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ വീഡിയോയിൽ കാണിക്കാൻ പറഞ്ഞു. ഞാൻ ചെമ്മനാമ്പതി നിൽക്കുന്ന കണ്ടാർന്ന് പറഞ്ഞേ. അങ്ങനെ നമ്മൾ അണ്ണൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് അണ്ണൻ്റെ വീടാണ്. അതായത് കണ്ടില്ല, ഈ തോട്ടം അണ്ണൻ്റെ തോട്ടമാണ്, തെങ്ങും തോട്ടം. തെങ്ങും അതുപോലെ മാവൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തായിട്ട് നമുക്ക് കുറേ ഷെഡുകൾ, ഇങ്ങനെയുള്ള ഓലമേഞ്ഞ കുടിലുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു അണ്ണൻ താമസിക്കുന്ന വീട്. അണ്ണാ വണക്കം. ആ ദണ്ഡപാണി എന്നാണ് അണ്ണൻ്റെ പേര്. അപ്പോൾ ഇതാണ് അണ്ണൻ്റെ കുടുംബം. ചേച്ചിയുടെ പേരെന്നാ? ശാന്തി. 2 മക്കളല്ലേ? ആ പേരെന്താ ബ്രോടെ? ഇളയാള് ശങ്കർ. ഇവിടെ അണ്ണന് 4.5 ഏക്കർ സ്ഥലമുണ്ടല്ലേ? തെങ്ങും തോപ്പാണ്, പിന്നെ മാവുണ്ട്, വാഴയുണ്ട്, പശുവുണ്ട്, ആടുണ്ട്, എല്ലാം ഉണ്ടല്ലേ? കോഴിയുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഇവിടെ ചെമ്മനാമ്പതിയിൽ വന്നിട്ട് എത്ര വർഷമായി? 53 വർഷമായി അല്ലേ? തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. തമിഴ്നാട്ടിൽ എവിടെയായിരുന്നു? തമിഴ്നാട്ടിൽ അവിടെ വാൽപ്പാറ സൈഡ്. വാൽപ്പാറയിലായിരുന്നു. വാൽപ്പാറയ്ക്ക് ഇപ്പുറക്കെ. എന്താണ് ചെയ്യുന്നത്? പഠിക്കുവാണോ? പണിക്ക് പോകുന്നുണ്ട്. ജോലിയാ അല്ലേ? ബ്രോ കോളേജിൽ പോകും. പക്കവാ? മലയാളമൊക്കെ നന്നായിട്ട് അറിയാം അല്ലേ? ഇല്ല, അറിയില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരിക്കലും നമ്മുടെ കേരളം എന്ന് പറയില്ല കേട്ടോ. ഈ ഏരിയ കണ്ടു കഴിഞ്ഞാൽ പൊള്ളാച്ചിയുടെ അതേ പതിപ്പ് തന്നെയാണ്. അപ്പോൾ ഇതുണ്ട്, ഇവിടെ തെങ്ങിന്ന് തേങ്ങയൊക്കെ ഇട്ട് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട്. അതുപോലെ മാവ് കായ്ക്കുന്ന ടൈമല്ലേ ഇപ്പം? കായില്ലല്ലോ, ചിത്ര. സീസൺ മുടിച്ചല്ലേ? സൊസൈറ്റിയിൽ കൊണ്ട് കൊടുക്കും. ഇവിടെ വരുമോ പാലെടുക്കാൻ രാവിലെ? അതെ അല്ലേ, കൊണ്ട് കൊടുക്കണം അല്ലേ? ഇവിടെ പാൽ എത്ര ലിറ്റർ കിടക്കും? 30 ലിറ്റർ വരും. അപ്പോൾ 60 ലിറ്റർ ഡെയിലി കിട്ടും അല്ലേ, 2 നേരമായിട്ട്. ഓക്കെ. പിന്നെ നമുക്കിവിടെ ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ട്. എല്ലാം ചുറ്റി നടന്ന് കണ്ടോളാനാണ് പറഞ്ഞേട്ടോ. ഇതാണോ വീട്? ഇതാ? ഇവിടെയാണ് താമസിക്കുന്നത്? ഈ തൊഴുത്തിനോട് ചേർന്നല്ലേ? അപ്പൊ ഈ കാണുന്ന നോക്കിയോ, അത് ചെറിയ റൂമാണ്. പൊരുളുകളെ വെച്ച് കിടക്ക് പഴക്കിറക്ക്. അതെ അല്ലേ? ഇവിടെ അത് കിടക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണെന്ന് പറഞ്ഞു. പശുക്കളൊക്കെ ഇവിടെ പുറത്ത് കെട്ടിയേക്കുന്നതാണ്. പിന്നെ കണ്ടോ, ഈ കുളിമുറിയൊക്കെ പുറത്തായിട്ടാണ്. പിന്നെ ഇവിടെ കോഴിക്കൂട് കണ്ടോ, കോഴികളെയൊക്കെ വളർത്തുന്നുണ്ട്. അതുപോലെ പശുവിന് കൊടുക്കാനായിട്ടുള്ള വൈക്കോലൊക്കെ നല്ല കൃത്യമായിട്ട് അടുക്കി വെച്ചേക്കുന്ന ഒരു ഷെഡ് കാണാം. ഇവിടുത്തെ കോഴിക്കൂടിൻ്റെ ഒക്കെ വലിപ്പം നോക്കിയാൽ അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം കോഴികളുണ്ടായിരിക്കുന്നല്ലേ. ഇങ്ങനെ വലിയ 2 കോഴിക്കൂടുകൾ അതൊക്കെ ഉണ്ടാക്കിക്കുന്നത് കണ്ടില്ലേ. ഇനി മുളയുടെ ഇതൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് പണിതേക്കുന്ന ഒരു കോഴിക്കൂടാണ് കാണാം കേട്ടോ. ഇത് കാണുമ്പം ഭയങ്കര കൗതുകമായിട്ട് നമുക്ക് തോന്നും. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയുള്ള കൂടുകൾ, ഇത്രയും വലിയ കൂടുകൾ, ഇത്രയും അധികം കോഴികളൊന്നും ഇന്നത്തെ കാലത്ത് നമ്മളങ്ങനെ വളർത്താറില്ലല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ശരിക്കും തമിഴ്നാടിൻ്റെ ആ ഒരു കൾച്ചർ തന്നെ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവർ ജീവിക്കുന്ന വളരെ ലളിതമായിട്ട്. അവരുടെ വീടാണ് ആ കണ്ട കേട്ടോ. അപ്പോൾ എന്തോരം വരുമാനം ഉണ്ടായിരിക്കും ഈ തോട്ടങ്ങളിൽ നിന്നൊക്കെ ആയിട്ട്. അതുപോലെ ഈ ആടുമാട് വളർത്തിയൊക്കെ. പക്ഷേ ഒരു ആഡംബരം ഇല്ലാതെ വളരെ സിമ്പിളായിട്ട്. ആടുകളും ഉണ്ട്, പശുക്കൾ മാത്രമല്ല ആടുകളുണ്ട് ഇതിൻ്റെ അകത്തായിട്ട്. പിന്നെ ഒരുപാട് ഇങ്ങനെയുള്ള പുരകൾ, ചെറിയ ചെറിയ ഷെഡുകൾ, കുടിലുകളൊക്കെ കാണാം കേട്ടോ. അത് ഈ പശു തൊഴുത്തുകളും ആട് തൊഴുത്തുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ അണ്ണൻ്റെ അച്ഛൻ്റെ അനിയനാണ് ഇത് ഇവിടെ ഇരിക്കണേ. ഇവിടെ ഒരു പടുതാക്കുളമൊക്കെ ഉണ്ട് കേട്ടോ. ഈ മീനൊക്കെ വളർത്താനായിട്ട് ഉണ്ടാക്കിയതാണ്. അണ്ണ വണക്കം. പേര് നിങ്ങളുടെ? പളനിസ്വാമി. അപ്പോൾ നമ്മൾ കണ്ട അണ്ണൻ്റെ അച്ഛൻ്റെ അനിയനാണ്. അണ്ണൻ്റെ അച്ഛൻ മരിച്ചു പോയതാണ്, അച്ഛൻ്റെ അനിയനാണ് കേട്ടോ. ഈ തണ്ണി എങ്ങനെയാ പറഞ്ഞേ? ബോർ തണ്ണിയാ അല്ലേ? പട്ടികൾ കണ്ടില്ലേ കുറേ വരുന്നേ. അവിടെ ഒരു കുടിൽ കാണാവേ. അപ്പോൾ അത് ഇവിടെ ഈ ജോലി ചെയ്യുന്നവർക്ക് താമസിക്കാനായിട്ട് ഇവർ കെട്ടിക്കൊടുത്തതാണ്. പക്ഷെ ഇപ്പോൾ ആ ജോലിക്കാരില്ല, അവർ ഇവിടുന്ന് പോയെന്നാണ് പറഞ്ഞത് കേട്ടോ. നല്ലൊരു ഫാമിലി, വളരെ ലളിതമായിട്ട്, ഒരു ആഡംബരമില്ല, ഒന്നുമില്ല. കയറി കിടക്കാൻ നല്ലൊരു വീട് പോലും ഇല്ല അവർക്ക്. അപ്പോൾ ഈ വീടെന്നൊക്കെ പറയുന്നത് അവർക്ക് പണിയാൻ ഒരു ചുറ്റുപാടൊന്നും ഇല്ലാഞ്ഞിട്ടൊന്നും ആയിരിക്കുമൊന്നുമില്ല. അത്യാവശ്യം വരുമാന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താണ് നമ്മളൊരു കാറ് കിടപ്പെട്ട്. അപ്പോൾ ഇതൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കി ജീവിക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച അവരുടെ വീടതായിരിക്കില്ല, വെളിയിലായിരിക്കും. അപ്പോൾ ആ കാരണമൊക്കെ ആ തൊഴുത്തും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ ആ തൊഴുത്തിനോട് ചേർന്നുള്ള ആ തകരമേഞ്ഞ ഷെഡിലാണ് അവർ താമസിക്കുന്നത്. സിമ്പിളായിട്ട് ശരിക്കും പറഞ്ഞാൽ ബഹുമാനം തോന്നിപ്പോയിട്ടോ. അങ്ങനെയൊക്കെ ഒരു ടെൻഷൻ കാണില്ല അല്ലേ അവരുടെയൊക്കെ ജീവിതത്തിൽ. വലിയ വീടൊക്കെ പണിത് ഈ ലോണും എടുത്ത് ജീവിതകാലം മൊത്തം EMI അടച്ച് പോകുന്നേക്കാളും നല്ലതല്ലേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്.
സമയം ഒരുപാട് വൈകി.